പപ്പടപ്പൊരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പപ്പടപ്പൊരി എങ്ങനെയാണെന്ന് പറയാം. കടലമാവ്, അരിപ്പൊടി, രസപ്പൊടി അല്ലെങ്കിൽ സാമ്പാർ പൊടി, മുളക് പൊടി, വെളുത്തുള്ളി അരച്ചത്, കായപ്പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ഇളക്കി നല്ല പരുവത്തിന് എല്ലാം കൂടെ ചേർത്ത് ഇളക്കി എടുക്കേണ്ടതുണ്ട്. അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം കുഴച്ചെടുക്കുക. ഇനി കുറച്ച് വെള്ളവും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കുഴച്ച് ഈ പരുവത്തിലാക്കി എടുക്കണം. ഇനി ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്തു പോയ, അതായത് കല്ലിച്ചു പോയ പപ്പടം ഉണ്ടല്ലോ, അത് നുറുക്കിയെടുക്കാം. അല്ലാതെ സാധാരണ പപ്പടവും നമുക്ക് മുറിക്കാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ മുറിച്ചിട്ട പപ്പടത്തിലേക്ക് നമ്മൾ ഈ മാവ് തേച്ച് പിടിപ്പിച്ച് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയോ ചെയ്യാറ്. കണ്ട, ഇതേതുപോലെ ഓരോ അതിലും ഒരു വിരൽ വെച്ച് തേച്ച് പുരട്ടിയെടുത്ത് നല്ല ചൂടായി ഇരിക്കുന്ന എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ഒന്നിലധികം ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വറുത്ത് കോരിയെടുക്കാം. ഇതിങ്ങനെ മുറിക്കാതെയും ഒന്നായിട്ട് അതിലേക്ക് മാവ് ചേർത്ത് പുരട്ടി പൊരിച്ചെടുക്കാവുന്നതുമാണ്. നല്ല സ്വാദിഷ്ടമായ, എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം, ചോറ് രസവുമായിട്ട് കൂട്ടി കഴിക്കാം, സാമ്പാറിൻ്റെ കൂടെ കഴിക്കാം, പരിപ്പ് കറിയുടെ കൂടെ കഴിക്കാം. സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്ന, കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. കണ്ടോ, ഇതുപോലെ മുഴുവനായിട്ടും മാവ് പുരട്ടി പൊരിച്ചെടുക്കാവുന്നതാണ്. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തിരിച്ച് മറിച്ചു വിട്ട് കോരിയെടുത്ത് ഉപയോഗിക്കാം. ചൂടോടെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തണുത്ത് പോയാൽ സാരമില്ല, ഉപയോഗിക്കാൻ കുഴപ്പമില്ല, എങ്കിലും ചൂടോടെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെള്ളമില്ലാത്ത പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കുക. Thank you for watching.